ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. തറയിലേക്ക് എറിഞ്ഞ മുല്ലപ്പൂ എടുക്കാൻ പാർവതി പല്ലവിയോട് പറയുകയാണ്. ആദ്യം എടുക്കില്ലെന്ന് പല്ലവി പറയുന്നുണ്ടെങ്കിലും വിപിനോട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ പല്ലവി അത് തറയിൽ നിന്നും എടുക്കുകയാണ്. അപ്പം നിനക്ക് പറഞ്ഞാൽ അനുസരിക്കാനൊക്കെ അറിയാമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാറു ഓടുന്നു പോകുമ്പോൾ പല്ലവി പറയുകയാണ്, വിപിൻ സാറുമായിട്ട് ഞാനൊന്ന് അടുത്തോട്ടെ, എന്നിട്ട് ഇതിനൊക്കെ കൂടി ചേർത്ത് നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പാറു ലക്ഷ്മീപുരത്ത് പോകണം എന്ന് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഓർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതി. അതേസമയം പ്രതാപൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തായി പ്രതാപ, നീ പോയ കാര്യം നടന്നോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ ഇല്ലെന്നും ഞാൻ അവിടെ ചെന്നപ്പോ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും പ്രതാപൻ പറയുന്നു. പിന്നെ അയാൾ എവിടെ പോയെന്നാ നീ പറയുന്നത്? അയാളെ അവിടുന്ന് മാറ്റി. ആരാ മാറ്റിയതെന്നോ എങ്ങോട്ടേക്കാ മാറ്റിയതെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല. ഇതൊക്കെ കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഇത് മിക്കവാറും ആ പാർവതിയുടെ പണി തന്നെയായിരിക്കും. ശേഖരൻ എന്റെ ആദ്യത്തെ ഭർത്താവാണെന്ന് അവൾക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് അവളും അയാളും കൂടി ചേർന്നുള്ള കളിയാകും ഇതൊക്കെ. ശേഖരമേനോൻ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് എനിക്കെതിരെ എന്തൊക്കെയോ പണി ഒപ്പിക്കുകയാണ് ആ പാർവതി. അതിന്റെ ഭാഗമായിട്ടാകും അവള് ലക്ഷ്മിപുരത്തേക്ക് പോകുന്നത്. അവിടുന്ന് എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ എന്നൊക്കെ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്. ചേച്ചി എന്താ ആലോചിക്കുന്നത്? നമ്മളിനി എന്താ ചെയ്യുക എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പറയാമെന്ന് പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. വിശാൽ സാർ, അപ്പോ ലക്ഷ്മിപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, ഏയ് അതില് മാറ്റമൊന്നുമില്ല. പോണം സാർ, നമ്മൾ അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ്. താനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വിശാല് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രഭാവതി വരികയാണ്. അവർ സംസാരിക്കുന്നത് അവിടെ മാറി നിന്ന് കേൾക്കുകയാണ് പ്രഭാവതി. അമ്മയുടെ ഗ്രാമവും തറവാടും ഒക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അല്പം ഗൗരവമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയാ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. ശേഖരമുത്തശ്ശൻ ആ മാജിക് ബോക്സ് എന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ദേവമ്മയുടെ നാടായ ലക്ഷ്മിപുരത്തേക്ക് പോയാൽ ആ മാജിക് ബോക്സ് തുറക്കാനുള്ള വഴി തെളിയുമെന്നും അതുവഴി രഹസ്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുമെന്നും. ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്ത് തെളിവുകൾ? ശേഖരമേനോൻ എന്താ പറഞ്ഞതെന്ന് വിശാല് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, എനിക്കും സംശയമുണ്ടായിരുന്നു. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് മുമ്പാ അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞത്. ഇനി എങ്ങനെ അതിനെക്കുറിച്ച് അറിയും എന്ന് ചിന്തിച്ചപ്പോഴാ എനിക്ക് അമ്മയുടെ വിരലടയാളത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. അമ്മയുടെ വിരലടയാളം ഉണ്ടെങ്കിലല്ലേ ആ മാജിക് ബോക്സിനകത്തെ പെൻഡ്രൈവ് തുറക്കാൻ പറ്റൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശേഖരമുത്തശ്ശൻ ഉദ്ദേശിച്ചത് നമുക്ക് ഗായത്രിയമ്മയുടെ വിരലടയാളം അവിടെ നിന്ന് കിട്ടുമെന്നായിരിക്കും. നീ പറഞ്ഞത് ശരിയാ, നമുക്കെന്താണെങ്കിലും ലക്ഷ്മിപുരത്ത് പോയെന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് വിശാലും പറയുന്നു. അങ്ങനെ അവർ തിരിയുമ്പോഴാണ് പ്രഭാവതി അവിടെ നിൽക്കുന്നത് രണ്ടുപേരും കാണുന്നത്. അല്ല, അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്ന് പാറു ചോദിക്കുമ്പോൾ പ്രഭാവതി അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അല്ല, നിങ്ങൾ ലക്ഷ്മിപുരത്തേക്ക് പോവുകയാണെന്ന് പറയുന്നത് കേട്ടു. അതെ, ഞങ്ങൾ പോകുന്നുണ്ടെന്ന് വിശാല് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എങ്കിൽ വിശാൽ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ രണ്ടും പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയതുപോലെ ആയിരിക്കും. എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ, അതുകൊണ്ട് ഞാനും വരാം. അതിനെന്താ, അമ്മയും ഞങ്ങളുടെ ഒപ്പം വന്നോളൂ എന്ന് പറഞ്ഞ് വിശാലും പാറുവും അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന് ഗായത്രിയുടെ വിരലടയാളം തിരഞ്ഞോളൂ. പക്ഷെ നിങ്ങൾക്കത് കിട്ടാനേ പോകുന്നില്ല. ഞാനത് ഏത് വിധേനയും നശിപ്പിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ്. എന്നാലും ശേഖരനെ ആരായിരിക്കും ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് പ്രതാപൻ. അതേസമയം അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നത് കണ്ടിട്ട് പ്രതാപൻ പേടിയോടെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് അരവിന്ദൻ പുറത്തേക്ക് വരികയും അല്ല പ്രതാപൻ സാർ, എന്താ ഒരു വല്ലായ്മ പോലെ ഓടിപ്പോകുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അത് ഒന്നുമില്ല സാർ, ഒരു ചെറിയ പനി പോലെയെന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് അരവിന്ദനെ കൊണ്ട് പ്രതാപൻ അകത്തേക്ക് പോകുമ്പോൾ അരവിന്ദൻ വിശാലിനെ വിളിക്കുകയാണ്. തുടർന്ന് വിശാൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, പാർക്കിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടുത്തെ CCTV വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി വിശാലല്ല, മാസ്ക് ധരിച്ച മറ്റൊരാളാണ് ശേഖരമേനോനെ ഷൂട്ട് ചെയ്തതെന്ന്. നിങ്ങൾ നിരപരാധിയാണ് വിശാൽ. നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്നും അരവിന്ദൻ പറയുന്നു. പിന്നെ ആ കമ്മീഷണർ ഇതെല്ലാം കരുതിക്കൂട്ടി ചെയ്തതുപോലെയാ ഞങ്ങൾക്ക് തോന്നിയത്. അയാൾക്കെതിരെയും അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. കൂടാതെ അയാളിപ്പോ സസ്പെൻഷനിലുമാണെന്ന് അരവിന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. അപ്പോ എന്റെ 10 ലക്ഷം അത് പോയി കിട്ടിയെന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്. തുടർന്ന് വിശാല് പറയുകയാണ്, ശേഖരമേനോനെ വെടിവെച്ചവർക്ക് എന്റെ അമ്മയുടെ മരണവുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. എന്റെ അമ്മയുടെ മരണത്തിന്റെ തെളിവുകൾ എനിക്ക് തരാനായിട്ടാ ശേഖരമേനോൻ എന്നെ ആ പാർക്കിലേക്ക് വിളിപ്പിച്ചത്.
പക്ഷേ അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വെടിയേറ്റത്. ഇത് കേൾക്കുന്ന അരവിന്ദൻ പറയുകയാണ്, വിശാൽ ഇതൊരു നല്ല ഇൻഫോർമേഷൻ ആണല്ലോ. അവനെ പൊക്കാനുള്ള എല്ലാ വലകളും ഞങ്ങൾ വിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിശാൽ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഞങ്ങളുടെ പിടിയിലാകും. അത്രയും പറഞ്ഞിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. എന്റെ പ്രതാപ, എല്ലാം നീ കാരണമാ സംഭവിച്ചത്. എന്റെ ചേച്ചി പറഞ്ഞതുപോലെയല്ലേ ഞാൻ അയാളെ വെടിവെച്ചത്. പിന്നെ ചേച്ചി പൈസ കൊടുത്ത ആ കമ്മീഷണർ കാരണമാ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായതെന്നും പ്രതാപം പറയുന്നു. ശേഖരനെ കാണാതെ പോയി. ഇപ്പോഴിതാ പോലീസിന്റെ അന്വേഷണവും. ഇപ്പോ മറ്റൊന്നു കൂടിയുണ്ട്. പാർവതിയും വിശാലും കൂടി ഗായത്രി ദേവിയുടെ വിരലടയാളവും നോക്കിക്കൊണ്ട് ലക്ഷ്മിപുരത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതും കൂടി ആയാല് രഹസ്യങ്ങളെല്ലാം പുറത്താകും. എന്റെ ചേച്ചി, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ചേച്ചി സമാധാനമായിട്ടിരിക്കുക. എന്റെ പ്രതാപ, നമ്മൾ എന്ത് നടക്കില്ലെന്ന് കരുതുന്നോ അതൊക്കെ ഇപ്പൊ നടക്കുന്നത്. കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പാർവതി വിശാലിനെ കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ കരുതി. അത് നടന്നു. ശേഖരമേനോൻ ഒരിക്കലും വന്ന് എന്നെ വെല്ലുവിളിക്കില്ലെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലേ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. എന്താണെങ്കിലും അവർ ലക്ഷ്മിപുരത്തേക്ക് പോകുമ്പോ ഞാനും കൂടെ പോകുന്നുണ്ട്. അവരുടെ ഈ ശ്രമം ഞാൻ ഏത് വിധേനയും തടഞ്ഞിരിക്കും പ്രതാപ എന്ന് പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോപിനാഥിനെയാണ്. ഗോപിനാഥിന്റെ അടുത്തേക്ക് മാജിക് ബോക്സുമായിട്ട് ചെല്ലുകയാണ് പാർവതി. അച്ഛാ, ശേഖര മുത്തശ്ശനാ എനിക്ക് മാജിക് ബോക്സ് തന്നത്. അമ്മയെ കൊന്നതാരാണോ അവർക്കെതിരെയുള്ള തെളിവുകൾ ഇതിലുണ്ടെന്നാ മുത്തശ്ശൻ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്ന ഗോപിനാഥ് ഞെട്ടലോടെ പാർവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.